നമ്മളെ സ്നോ കുട്ടൻ എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? സ്ട്രോബെറി ഷേപ്പിലുള്ള ട്രിങ്കട്ടിഷിന് ശേഷം ഞാൻ ഉണ്ടാക്കാൻ പോണ അടുത്ത സംഭവം സോയിൽ ക്ലേ കൊണ്ടുള്ള സ്നോമാനെയാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇപ്പൊ കാണാം നമ്മളെ സ്നോമാനെ കുറച്ച് ഇരുണ്ടിട്ടാണെങ്കിലും ഉണങ്ങി കഴിഞ്ഞിട്ട് നമുക്ക് പെയിന്റ് അടിച്ചിട്ട് വെളുത്ത് കുട്ടപ്പനാക്കണം കേട്ടോ. ഈ സോയിൽ ക്ലേ ഒക്കെ ഉണ്ടാക്കിയിട്ട് അത് യൂസ് ചെയ്തപ്പോഴാണ് അത് ഇത്രയും സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ളൊരു പരിപാടിയാണെന്ന് എനിക്ക് മനസ്സിലായത്. ഞാൻ ആദ്യം ക്ലേ ഉണ്ടാക്കാൻ ഉപയോഗിച്ച മണ്ണിൻ്റെ പ്രശ്നമാവണം. ഈ ക്ലേ കുറച്ച് ഡാർക്ക് കളറ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് ഞാൻ വേറെ മണ്ണെടുത്തിട്ട് ക്ലേ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് റെഡി ആവുന്നുള്ളൂ. ഇനി അത് റെഡി ആയിട്ട് നമുക്ക് കുറച്ചും കൂടിയും ഏറെ ക്ലേ കൊണ്ടുള്ള ക്രാഫ്റ്റ് ചെയ്യണം കേട്ടോ. ഈ സ്നോമാനെ ഞാൻ ഇന്നലെ ഉണ്ടാക്കിയതാണ്. ഇന്ന് അത്യാവശ്യം ഡ്രൈ ആയിട്ടുണ്ട്. പക്ഷേ പെയിൻറ്റ് ചെയ്യാൻ നോക്കുമ്പോൾ എൻ്റെ അടുത്ത് വൈറ്റ് പെയിൻറ്റ് ഇല്ലാത്തതുകൊണ്ട് അത് കിട്ടുന്നവരെ കുറച്ച് ഡിലേ ആകും. സ്നോമാന് വൈറ്റ് കളറ് മസ്റ്റാണല്ലോ. എന്തായാലും നമ്മൾ ഇന്നലെ ഉണ്ടാക്കിയ സ്ട്രോബെറി തീമിലുള്ള ട്രിങ്കട്ടിഷ് ഞാൻ നാളെ പെയിൻറ്റ് ചെയ്തിട്ട് വീഡിയോ അപ്ലോഡ് ആക്കുന്നതായിരിക്കും. കണ്ണിന് കുറച്ച് വലിപ്പം കൂടുതലായതുകൊണ്ടാണ് കേട്ടോ ഞാനൊന്നും കൂടി അതെടുത്തിട്ട് കുറച്ചും കൂടി ചെറിയ കണ്ണ് വെച്ചിട്ടുള്ളത്. ക്ലേ കൊണ്ടുള്ള ഐറ്റംസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ അടുത്തത് എന്തുണ്ടാക്കണമെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുകൊണ്ടു. പിന്നെ നമ്മൾ സ്നോ കുട്ടൻ എങ്ങനെ ഉണ്ടെന്നും കൂടിയും അഭിപ്രായം പറയുമല്ലോ അല്ലേ.